ഫ്രണ്ട്സ്, എല്ലാവർക്കും AVR ടെക് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോഷ്യൽ സയൻസിൻ്റെ 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2019-20 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് സംസ്കൃതവും ഹിന്ദിയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ മലയാളമാണ്. പക്ഷേ ഇന്ന് നമുക്ക് മലയാളം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ സോഷ്യലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ മലയാളം ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോഷ്യലിലോട്ട് പോവാം. ആക്ടിവിറ്റി 1, we have arrived at conclusions about the shape of earth through various observations and experiments. അതാണ് ചെറിയൊരു ക്വസ്റ്റ്യൻ. അതിലെ A ക്വസ്റ്റ്യൻ, nowadays we have many scientific evidences about the shape of earth. The spherical shape of earth is slightly flattened at the poles and bulged at the equator. Name this spherical shape. അതായത് എർത്തിൻ്റെ ഷേപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്പെറിക്കൽ ഷേപ്പാണ്, പക്ഷേ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആണ്. അതായത് പോൾസ് അറ്റങ്ങളിൽ കുറച്ച് ഫ്ലാറ്റുമാണ്, അതുപോലെ ബൾഗഡ്, അതായത് കുറച്ചുകൂടി ഇങ്ങനെ വീങ്ങിയ പോലെ ഒരു സംഭവമാണ് നടുക്കായിട്ടുള്ള. ഈ ഒരു ഷേപ്പിനെ നമ്മൾ സോഷ്യൽ സയൻസിൽ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ജിയോയിഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ ജിയോയിഡ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, സം കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദി ഷേപ്പ് ഓഫ് എർത്ത് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദിസ് കോൺസെപ്റ്റ് ഫ്രം ആൻഷ്യൻ ടു മോഡേൺ. അതായത് ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, കുറച്ച് കോൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട്. അത് ഓർഡറിലാക്കുക. അതായത് പണ്ടുള്ളത് മുതൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വരെയുള്ള ഇൻഫോർമേഷനിലുണ്ട്, അത് ഓർഡറിലാക്കുക. ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ളത്, ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈത്തഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് എർത്ത് ഇൻ സ്ഫെറിക്കൽ ഷേപ്പ്. അതല്ല. പിന്നെ നമ്മുടെ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് Magellan's Whale tales the view that earth is sphere that floats on water. ഇത് നമ്മളൊന്ന് എഴുതിയിട്ട് തന്നെ കാണിച്ചു തരാം, കാരണം ഇത് പറഞ്ഞാൽ ഓർഡറിൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. എഴുതിയിട്ട് കാണാം. അതുപോലെയാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. അടുത്തതായി ആക്ടിവിറ്റി 2, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് ഹെൽപ്പ് ടു ലൊക്കേറ്റ് എ പ്ലേസ് ഓൺ എർത്ത്. അതായത് ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡും ഒരു സ്ഥലത്തെ, അതായത് ഭൂമിയിലുള്ള ഒരു സ്ഥലത്തിനെ നമുക്ക് ലൊക്കേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ഒരു നോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ആ നോട്ട് ഒന്ന് വായിച്ചിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മളൊന്ന് ഉത്തരം എഴുതാം. ഓൾ ലോങ്ങിറ്റ്യൂഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത്. ലോങ്ങിറ്റ്യൂഡ്സ് ആർ ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ joining both the poles on the globe. The longitudes along the eastern hemisphere is called east longitude, and those along the western hemisphere are called west longitudes. Longitudes are drawn vertically over the latitudes. അപ്പോൾ ഇതാണ് ഒരു നോട്ട്. അതിൻ്റെ താഴെ നമുക്ക് ഒരു ക്വസ്റ്റ്യനേ തന്നിട്ടുള്ളൂ, ഒരു A ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ലാറ്റിറ്റ്യൂഡ്സ്. അതായത് ലാറ്റിറ്റ്യൂഡിൻ്റെ വിഷയത്തിൽ ഒരു ചെറിയ നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. Latitude is the angular distance to any point on the surface of the earth from the center. By joining the same angular distance, we get the lines of latitudes. അതുപോലെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് എഴുതാം. The horizontal lines on the globe is also called latitudes. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് എഴുതാം. അപ്പോൾ എഴുതിയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്താണെന്ന് കണ്ടു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആക്ടിവിറ്റി 3 പോവാം. ദ ഹൗസ് ദാറ്റ് വി ബിൽഡ്, ദ ഡ്രസ് വി വെയർ ആൻഡ് ദ ഫുഡ് വി ഈറ്റ് ആർ നോട്ട് മെയ്ഡ് യൂസിങ് ദ മെറ്റീരിയൽസ് ഫ്രം അവർ സറൗണ്ടിങ്സ്, ബട്ട് പിഗ്മീസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ നാച്ചർ ഫോർ ദെയർ ലിവിങ്. അതായത് നമ്മുടെ സെക്കൻഡ് വോളിയം ടെസ്റ്റിലെ ഫസ്റ്റ് പാഠമാണ് നമ്മുടെ പിഗ്മീസിനെ കുറിച്ചിട്ടുള്ള പറയുന്നത്. ആ ഫസ്റ്റ് പാഠത്തിൻ്റെ പേരാണ്
നമ്മുടെ വേൾഡ് ഓഫ് ഡിവേഴ്സിറ്റീസ്. ഈ വേൾഡ് ഓഫ് ഡിവേഴ്സിറ്റീസിലെ ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സിൽ ഫസ്റ്റ് തന്നെ പറയുന്നതാണ് പിഗ്മീസ് എന്ന് പറയുന്നത്. Pygmies are in the Congo basin in Africa, where the pygmies mainly dwell. അതാണ് പിഗ്മീസ്. Where do pygmies live? First question, A question. Congo basin in Africa. അടുത്തതായിട്ടുള്ള ചോദ്യം B. Prepare a note detailing the relation with nature on the food, clothing and shelter of pygmies. അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു നോട്ട് തയ്യാറാക്കാനാണ് പറയുള്ളത്. നമുക്ക് നോട്ട് തയ്യാറാക്കാം. ആക്ടിവിറ്റി 4. The climate and flora and fauna in desert have its own innate features. A question നോക്കാം. A fruit which grows in desert is commonly available in Kerala. അതായത് മരുഭൂമികളിൽ വളരുന്ന ഒരു ഫ്രൂട്ട് കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൽ കിട്ടും. ഡേറ്റ്സ്, ഈത്തപ്പഴം. ബി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേഷൻസ് ഇൻ ഡെസേർട്ട്സ്? ഡെസേർട്ട്സിലുണ്ടാകുന്ന വെജിറ്റേഷൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് അതിന് നോക്കാം. അടുത്ത പ്ലാന്റ്സ് ആണ്. കാക്ടി, അക്കേഷ്യ എക്സെട്ര ഫോം ദ കോമൺ വെജിറ്റേഷൻ ഇൻ ദസ് ഡ്രൈ ലാൻഡ്സ് വിത്ത് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈ വിൻഡ്സ്. ദ കാക്ടി ഹാവ് നോ ലീവ്സ്, ഓൺലി ഫ്ലഷി സ്റ്റെം. ഇതാണ് അതിൻ്റെ ഉത്തരം. അതുപോലെ സി ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഇൻ ഡെസേർട്ട്. ഡെസേർട്ടിലുണ്ടാവുന്ന ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് നോക്കാം. ത്രൂ ഡേ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ, നൈറ്റ്സ് ആർ കൂൾ ഹിയർ. സമ്മർ ആർ വെരി ഹോട്ട് ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ വിൻറ്റേഴ്സ്. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഈസ് വെരി ലെസ് ഹിയർ. ഇതാണ് ആക്ടിവിറ്റി 4ൻ്റെ ഉത്തരം. ആക്ടിവിറ്റി 5 പോവാം. Medieval period in India contributed a lot to the sculptures and architecture. Even now they are the symbols of rich and diverse cultural tradition of India. Name 2 most significant moments in the field of literature at that old time. What were some of the salient features? നമുക്ക് ആദ്യത്തിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A question. Name the 2 most significant moments in the field of literature at that time. അതായത് 2 മോസ്റ്റ് സിഗ്നിഫിഷ്യൻറ്റ് മൂമെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ. അതായത് ട്രഡീഷൻ ഇന്ത്യയിലെ ലിറ്ററേച്ചറിലെ 2 പ്രധാനപ്പെട്ട മൂമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഭാഗത്തിൽ കറക്റ്റായിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ദ പ്രോഗ്രസ് ദ ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ, മ്യൂസിക് ആൻഡ് പെയിൻറ്റിങ് ലിറ്ററേച്ചർ ഓൾസോ ഗെയിൻഡ് മച്ച് അഡ്വാൻസ്മെൻറ്റ്. അതാണ് അതിൻ്റെ ഉത്തരം. ബി ക്വസ്റ്റ്യൻ. വാട്ട് വേർ സം ഓഫ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ പോയംസ് അറ്റ് ദറ്റ് ടൈം? അതായത് കുറച്ചുള്ള സാലിയൻ ഫീച്ചേഴ്സ് പോയത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു. കവാലി ഈസ് എ ഫോം ഓഫ് മ്യൂസിക് വേൾഡ് ഇൻ കങ്ക സൂഫീസ് റെസൈഡഡ്. അപ്പോൾ അത് നമുക്ക് മ്യൂസിക് ആൻഡ് പെയിൻറ്റിങ് എന്നുള്ള കാര്യത്തിൽ വായിച്ചാൽ കിട്ടും. കർണാട്ടിക് മ്യൂസിക് ഫ്ലോറിഷ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. അതുപോലെ പുരന്ദരദാസ വാസ് ദ ഫേമസ് കർണാട്ടിക് മ്യൂസീഷ്യൻ ഇൻ ദ സേജ്. അങ്ങനെയുള്ള പോയിൻ്റ് സാലിയൻ ഫീച്ചേഴ്സ്. കവാലി ഈസ് എ ഫോം ഓഫ് മ്യൂസിക് ഇവോൾവ്ഡ് ഇൻ കങ്ക. അതുപോലെ സോ മെനി കർണാട്ടിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഫൗണ്ട് ഇൻ ദസ് പീരീഡ്. അമീർ ഖുസ്രാവു ആൻഡ് തൻസൻ വെയർ കോമൺലി ബെസ്റ്റ് സിംഗേഴ്സ് അറ്റ് ദ ടൈം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു നോട്ട് തന്നെ അവിടെ എഴുതി വെക്കാം. അടുത്ത സി ക്വസ്റ്റ്യൻ. മലയാളം ഇസ് ഓൾസോ എ ലാംഗ്വേജ് വിച്ച് ഈസ് ഡെവലപ്ഡ് ത്രൂ ദിസ് മൂവ്മെൻറ്റ്. നെയിം ദിസ് മൂവ്മെൻറ്റ്. ഫേമസ് പോയറ്റ് ഹൂ ഇസ് ദ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. മലയാളം ലാംഗ്വേജിൻ്റെ ഫാദർ ആരാണ്? അതായത് മലയാളം കണ്ടുപിടിച്ചത് ആരാണ്? അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിയിൽ തന്നെ മലയാളം ഇസ് ഓൾസോ എ ലാംഗ്വേജ് വിച്ച് ഇസ് ഡെവലപ്ഡ് ത്രൂ ദിസ് മൂവ്മെൻറ്റ്. നമുക്കറിയാം മിഡീവൽ കേരള എന്ന പാഠത്തിൽ ഹൈബ്രിഡ് ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തമിഴ് ഇറ്റ്സ് ജനറലി മലയാളം തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ലാംഗ്വേജാണ്. അതുപോലെ വട്ടെഴുത്ത് ആൻഡ് കോലെഴുത്ത്
വെയർ ദ സ്ക്രിപ്റ്റ് യൂസ് ടു റൈറ്റ് മലയാളം ഇൻ ഏൻഷ്യൻ ടൈംസ്. അപ്പോൾ ഇങ്ങനെ 2-3 ലാംഗ്വേജൊക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു ലാംഗ്വേജിന് പറയുന്ന പേരാണ് ഹൈബ്രിഡ് ലാംഗ്വേജ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും മണിപ്രവലം, അതുപോലെ അറബി മലയാളം, ഇതൊക്കെ ഒരു ഹൈബ്രിഡ് ലാംഗ്വേജാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് തന്നെയാണ് മലയാളവും. പിന്നെ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മലയാളം കണ്ടുപിടിച്ചത് ആരാണ്? ഹു ഇസ് ദ ഫാദർ ഓഫ് മലയാളം? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പലവർക്കും അറിയുന്നതായിരിക്കും, ചിലവർക്ക് അറിയാത്ത കാര്യമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം, ഹു ഇസ് ദ ഫാദർ ഓഫ് മലയാളം. അപ്പോൾ പലർക്കും ഉത്തരം അറിയാമായിരിക്കും. അതായത് നമുക്ക് വീഡിയോ കുറച്ച് ലെങ്ത് ആക്കുന്നില്ല, ഉത്തരം പറയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആണ് മലയാളത്തിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് മലയാളം. അടുത്ത ക്വസ്റ്റ്യൻ, ഡി ക്വസ്റ്റ്യൻ, നെയിം എനി വൺ ഓഫ് ഹിസ് മേജർ വർക്ക്സ്. അതായത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു മേജർ വർക്കിൻ്റെ പേര് എഴുതുക. അങ്ങനെയുള്ളൊരു മേജർ അല്ലെങ്കിൽ ഒരു മേജർ വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു മേജർ വർക്ക്. നമുക്ക് ആക്ടിവിറ്റി 6 പോവാം. എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് പീരീഡ്. ദിസ് വാസ് നോൺ ആസ് ഇൻഡോ-ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. എ ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് കൺട്രീസ് വെർ ദ സ്കിൽഡ് ആർക്കിടെക്ട്സ് ബ്രോട്ട് ടു ഇന്ത്യ ഫോർ ദിസ്. അതായത് ഈ ഒരു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിന് വേണ്ടിയിട്ട് ബിൽഡിങ്സ് പണിയാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഏതൊക്കെ രാജ്യത്തു നിന്നാണ് കൊണ്ടുവന്നത് എന്ന് അത് നമുക്ക് ആദ്യം തന്നെ കണ്ടാൽ പറയാൻ പറ്റും. സ്കിൽഡ് ആർക്കിടെക്ചേഴ്സ് ഫ്രം ടർക്കി ആൻഡ് പേർഷ്യ ഈസ് ഇൻവൈറ്റഡ് ടു ഇന്ത്യ ടു കംപ്ലീറ്റ് ദീസ് കൺസ്ട്രക്ഷൻസ്. അപ്പോൾ ടർക്കി, പേർഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് സ്കിൽഡ് ആർക്കിടെക്ചേഴ്സ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ആർക്കിടെക്ചർ നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യയിലോട്ട് വന്നത്. അടുത്തതായി ബി, പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ഓഫ് മെഡീവൽ പീരീഡ് ആൻഡ് പബ്ലിഷ് ഇറ്റ് ഓൺ ഇൻ്റർനെറ്റ് ടു അട്രാക്ട് ഫോറിൻ ടൂറിസ്റ്റ്. വാട്ട് ഡീറ്റെയിൽസ് ഡു യു ഇൻക്ലൂഡ് ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ? അതായത് ഇന്ത്യയിലത്തെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ലിറ്ററേച്ചർ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൂടി തയ്യാറാക്കിയാൽ നമുക്ക് ബാക്കിയുള്ള പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റിൽ തന്നെ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻസ് ആർക്കിടെക്ചേഴ്സിനെ കുറിച്ചിട്ടുള്ളേ. അപ്പോൾ നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കാണിച്ചു തരാം, ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റിൽ നിന്നാണ് നമുക്ക് കിട്ടിയ കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയത്. ആക്ടിവിറ്റി 7, the Arabs acquired the knowledge on science and technology that originated in ancient India. They propagated the concept of zero in Europe. A question, which numeral system of India was propagated by Arabs? അതായത് ഇന്ത്യയുടെ ഏത് ന്യൂമറൽ സിസ്റ്റമാണ് അറബ്സ് യൂറോപ്പിനായിട്ട് പുറത്ത് കാണിച്ചത്? അതായത് ഡെസിമൽ സിസ്റ്റംസ്. The big question, write any 2 contributions of the Arabs in the field of science and literature. അതായത് സയൻസും ലിറ്ററേച്ചറും ആയിട്ടുള്ള രണ്ട് കോൺട്രിബ്യൂഷൻസിൻ്റെ പേര്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ Arabs were the field of science and literature. A. Al-Razi and Ibn Sina were the scholars in the field of medieval science. കുത്തൈബുൽ ഹവി, അതുപോലെ റുബായത്ത്. കുത്തൈബുൽ ഹവിയും റുബായത്തും. അടുത്തത് സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ചൈനീസ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ഡ്യൂറിങ് ദ മെഡീവൽ പീരീഡ്? പ്രിൻറ്റിംഗ് മെഷീൻ, മറീനേഴ്സ് കോമ്പസ്, ഗൺ പൗഡർ, പഗോഡാസ്. ആക്ടിവിറ്റി 8, ടെമ്പിൾ ആർട്സ് ആൻഡ് റിച്വൽ ആർട്സ് വർ ഫോംഡ് ഇൻ മെഡീവിയൽ കേരള. 4 ആർട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് തെയ്യം,
രണ്ടാമത്തത് കഥകളി, മൂന്നാമത്തത് കൂത്ത്, പിന്നെ നാലാമത്തത് എന്താണ് കോലക്കളി, അങ്ങനത്തെ ഒരു സംഭവമാണ്. എ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ആർട്ട് ഫോംസ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. നാലാമത്തത് നമുക്ക് അത്ര കിട്ടിയിട്ടില്ല. നമുക്ക് മിഡീവൽ കേരള നോക്കിയാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചവിട്ട് നാടകം, കൂടിയാട്ടം, ഫസ്റ്റ് തെയ്യം, കഥകളി, കൂത്ത്, തിര, അങ്ങനെയുള്ള സംഭവമാണ്. ബി ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദം ഇൻ ടു ടെമ്പിൾ ആർട്സ് ആൻഡ് റിച്വൽ ആർട്സ്. തെയ്യം ഒരു റിച്വൽ ആർട്ടാണ്. അതുപോലെ കൂത്ത് ഒരു ടെമ്പിൾ ആർട്ടാണ്. അതുപോലെ കഥകളി ടെമ്പിൾ ആർട്ടാണ്. തിര റിച്വൽ ആർട്ടാണ്. കൂത്ത് ഒരു ടെമ്പിൾ ആർട്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സോഷ്യൽ സയൻസ് സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2019-20 ക്ലാസ് 6 പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാവരും നല്ല വൃത്തി തന്നെ കൂടെ പഠിച്ചു എന്ന് തോന്നുന്നു. അടുത്തതായിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷാലാസ് എന്ന് പറഞ്ഞാൽ ദ സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ദ പീരീഡ് വെയർ അറ്റാച്ച്ഡ് ടു ടെമ്പിൾസ് ആൻഡ് വെയർ നോൺ ആസ് ഷാലാസ്. അതായത് അമ്പലത്തിനോട് അടുത്തുണ്ടാവുന്ന സ്കൂളുകൾക്കത്തെ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് ഷാലാസ് എന്ന് പറയുന്നത്. ഒരു 3 ശാലകളുടെ പേര് പറയാം. ഒന്നാമത്തത് കന്തലൂർ ശാല, 2 വിഴിഞ്ഞം ശാല, 3 പാർത്ഥിവശേഖരപുരം ശാല. അതുപോലെയുള്ള ദോസ് അറ്റാച്ച്ഡ് ടു ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സ് വെയർ നോൺ ആസ് പള്ളി. ഇപ്പോൾ അമ്പലത്തിനോട് അടുത്തുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പേര് ശാല എന്നാണെങ്കിൽ ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സാണ് പഗോഡാസ്. ഈ പഗോഡാസ് അതായത് ബുദ്ധന്മാർ ബുദ്ധ പ്രാർത്ഥന കേന്ദ്രത്തിൻ്റെ പേരാണ് പഗോഡാസ് എന്ന് പറയുന്നത്. ഈ പഗോഡാസിൻ്റെ അടുത്ത് വരുന്ന ഈ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് അതായത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വിളിക്കുന്ന പേരാണ് പള്ളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കേട്ടതിന് താങ്ക് യു. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള എല്ലാ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മൾ PDF ആയിട്ട് സ്ക്രീൻ റെക്കോർഡെല്ലാം ചെയ്ത് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ.